വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 8069247571. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച നാട്ടുചന്തയുടെ ഉദ്ഘാടനം നടന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച നാട്ടുവേലച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. ഞാറ്റുവേലയെ കുറിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഷം തോറും ഈ പരിപാടികളെല്ലാം ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ച് കൃഷിക്കാരോട് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കൃഷിക്കാർക്കറിയാം ഏത് ഞാറ്റുവേലയിലാണ് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. ഈ വർഷം ഏറ്റവും നല്ല രീതിയിലാണ് ഒരുപാട് സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട്. ആ വിവരങ്ങൾ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ കൃഷിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടിയ ഈ ഒരു അവസരം നമ്മളുടെ പാഞ്ഞാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ദിവസമാണ്. ആ ദിവസം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. മറ്റ് ഞാറ്റുവേലകളിൽ നിന്നും വിഭിന്നമായി തിരുവാതിര ഞാറ്റുവേല എല്ലാ അർത്ഥത്തിലും പഴമയുടെ പ്രൗഢിയോടുകൂടി ഇപ്രാവശ്യം തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി തിരുവാതിര ഞാറ്റുവേലയിൽ കൃത്യമായി മഴ ലഭിക്കാത്തൊരവസ്ഥ നമുക്ക് നിലനിന്നിരുന്നു. എന്നാൽ ഈ വർഷം കൃത്യമായും തിരുവാതിര ഞാറ്റുവേല അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി വന്നിട്ടുണ്ട്. നല്ല രൂപത്തിൽ മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാറ്റുവേലയിൽ നമ്മൾ തയ്യാറാക്കുന്ന കൃഷി, അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും പ്രാചീന കാലം മുതൽ തന്നെ ഞാറ്റുവേലകളെ ആശ്രയിച്ചുകൊണ്ട് കൃഷി ഇറക്കുന്ന പാരമ്പര്യ കാർഷിക രീതിയിലേക്ക് നമുക്കൊരു തിരിഞ്ഞുനോട്ടവും ഒരു തിരിച്ചുപോക്കും ഇതിലൂടെ സാധ്യമാകും എന്ന് ഞാൻ കണക്കാക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തിരുതല ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൗജന്യമായും അതുപോലെ തന്നെ വില കൊടുത്തും എല്ലാം നമ്മൾ ഫലവൃക്ഷ തൈകളും കാർഷിക ഉയരുന്ന തൈകളും അതുപോലെ മറ്റ് തൈകളുമെല്ലാം നമ്മളിവിടെ വെച്ച് വിതരണം നടത്തുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ, വാർഡ് മെമ്പർമാരായ KV പ്രകാശൻ, ശ്രീജ, ഉഷ രാധാകൃഷ്ണൻ, പ്രകാശൻ, അശ്വതി സജു, കൃഷി ഓഫീസർ കൃഷ്ണ KR, കൃഷി അസിസ്റ്റന്റുമാരായ സുസ്മിത S, ബിനു എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. വേദങ്ങൾ അടിസ്ഥാനമാക്കി ഞാറ്റുവേലനുസരിച്ചാണ് എല്ലാ കൃഷി രീതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് പലപ്പോഴും കേട്ടുപരിചയമില്ലാത്ത വാക്കുകളായിരിക്കും. ഞാനും അതേ പണ്ട് അമ്മൂമ്മയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാറ്റുവേല എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഞാറ് നടണ സമയം അങ്ങനെ വിചാരിച്ചിട്ടു. അതിന് കൂടുതൽ എന്താണെന്നൊന്നും അറിയുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പ്രൊഫഷനിലോട്ട് വന്നപ്പോഴാണ് ഞാനും കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയതും ഞായർ വേല എന്നുള്ള വാക്ക് ലോപിച്ച് ഞാറ്റുവേലയായി മാറിയതാണ് എന്നുള്ളതും മനസ്സിലാക്കിയത്. CC ന്യൂസ്, പാഞ്ഞാൾ.